ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. എത്ര നല്ല സ്കൂളിൽ പഠിച്ചാലും എത്ര നല്ല പുസ്തകങ്ങൾ വായിച്ചാലും ലഭിക്കാത്ത ചിലത് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കും. പാരൻസാണ് അവരുടെ പുസ്തകം. കുട്ടികളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാതാപിതാക്കളാണ്. പിന്നീടേ ഉള്ളൂ ടീച്ചേഴ്സും സ്കൂളുമൊക്കെ. പാരൻസിൻ്റെ ചില ക്വാളിറ്റീസ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. എൻ്റെ അനുഭവത്തിൽ നിന്നും ചില പേരൻറ്റിങ് എക്സ്പേർട്സിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇവ. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് ചില മര്യാദകളും പെരുമാറ്റ രീതികളുമാണ്. ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ പോലും വ്യത്യസ്ത രീതിയിൽ പെരുമാറാറുണ്ട്. ചില കുട്ടികൾ വീട്ടിൽ വരുന്നവരോടും സമൂഹത്തോടുമൊക്കെ എങ്ങനെ പെരുമാറണം എന്നറിയാവുന്നവരും എന്നാൽ മറ്റു ചിലർ മോശമായി പെരുമാറുന്നവരുമാണ്. കാരണം അവർ വ്യത്യസ്ത വീടുകളിൽ നിന്ന് വരുന്നവരാണ്. സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അവരെ സ്വാധീനിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. രണ്ടാമത്തേത് ചില മൂല്യങ്ങളും സംസ്കാരവും. മാതാപിതാക്കളായ നാം നമ്മുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ മുറുകെ പിടിക്കുന്നവരാകും. ഇത് കുട്ടികളെ സ്വാധീനിക്കും. നമ്മുടെ വീട് തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. വീട്ടിലെ അച്ചടക്കവും ചിട്ടയും എല്ലാവരും ഒരുമിച്ച് ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയും സാധനങ്ങൾ തോന്നുന്നിടത്ത് വലിച്ചെറിയാതെ അതാതിൻ്റെ ഇടങ്ങളിൽ സൂക്ഷിക്കുക എന്നിവയെല്ലാം കുട്ടികൾ തെറ്റിക്കും. എന്നാൽ അത് ക്രമീകരിക്കാൻ പാരൻസ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അവർ അതനുസരിച്ചില്ലെങ്കിലും പ്രായമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ പാലിച്ചിരുന്ന ആ കൾച്ചർ അവരെ സ്വാധീനിക്കും. 3. തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, സാഹചര്യങ്ങൾ ഇവയൊക്കെ നേരിടുന്ന രീതി വളരെ പ്ലാൻഡായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയാകാറുണ്ട്. കുട്ടികളുടെ ആദ്യത്തെ പുസ്തകം മാതാപിതാക്കൾ തന്നെയാണ്. അച്ഛനും അമ്മയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വീകരിക്കുന്ന രീതിയും അതിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡുമൊക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. 4. എങ്ങനെയാണ് മറ്റുള്ളവരെ നാം ട്രീറ്റ് ചെയ്യുന്നത്? നാം ദയ, അനുകമ്പ, സ്നേഹം എന്നിവ ഉള്ളവരാണോ? ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണോ? വിട്ടുവീഴ്ചകൾക്ക് മനസ്സ് കാണിക്കുന്നവരാണോ? നാം നമ്മുടെ മാതാപിതാക്കളെ, അതായത് നമ്മുടെ കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസിനെ സ്നേഹത്തോടെയാണോ കരുതുന്നത്? എന്നിവയെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അച്ഛനും അമ്മയും പരസ്പരം സ്നേഹവും ബഹുമാനവും ഉള്ളവരാണോ? അച്ഛൻ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണോ? എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ആളാണോ അമ്മ? ഇവയെല്ലാം കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. മാതാപിതാക്കളുടെ കള്ളം പറച്ചിൽ, ഒളിച്ചുവയ്ക്കൽ, വഴക്കുകൂടൽ, മദ്യപാനം ഇതൊക്കെ കുട്ടികളിൽ മായ്ക്കാനാകാത്ത മുറിവുകൾ ഉണ്ടാക്കും. കുട്ടികളെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മാതാപിതാക്കളുടെ പണം ചിലവഴിക്കുന്ന രീതി. പണം അറിഞ്ഞ് ചിലവാക്കുക, സിമ്പിളായി ജീവിക്കുക, ആവശ്യത്തിന് സേവ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വേണ്ടിടത്ത് പണം ഉപയോഗിക്കുക, അതായത് മറ്റൊരാളെ സഹായിക്കാനോ സഹോദരങ്ങളെ പഠിപ്പിക്കാനോ അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്കോ ഒക്കെ ഉപയോഗിക്കുക. അനാവശ്യമായ ഇടങ്ങളിൽ നിയന്ത്രിച്ചുപയോഗിക്കാൻ ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്ക് മാതൃകയാകേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ഇതൊന്നും
സ്കൂളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളല്ല. 6. മാതാപിതാക്കൾ വൈകാരിക ബുദ്ധിശക്തിയുള്ളവരായിരിക്കും. എവിടെ ഏത് വികാരം പ്രകടിപ്പിക്കണം എന്ന് നന്നായി അറിയാവുന്ന ജീവിയാണ് മനുഷ്യൻ. കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അവർ നമ്മുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അവരെ ശാസിക്കാൻ നിൽക്കാതെ ഒന്ന് ചേർത്ത് പിടിക്കുക. കുട്ടികളോട് എപ്പോഴും പഠനകാര്യം മാത്രം സംസാരിക്കാതെ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ കിട്ടുന്ന മറ്റു ബന്ധങ്ങളിലേക്ക് അവർ പോകും. അവരെ നമ്മോട് അടുപ്പിക്കുക. അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് ഗൈഡൻസ് വേണ്ടത്. അതിലൂടെ മാത്രമേ കുട്ടികളെ നമുക്ക് റിഫോം ചെയ്യാൻ സാധിക്കൂ. കുട്ടികളിൽ ഇന്ന് കാണുന്നത് റിയാക്ഷൻസ് ആണ്. മാതാപിതാക്കളുടെ ആക്ഷൻസിനെ മോഡിഫൈ ചെയ്താലേ കുട്ടികളുടെ റിയാക്ഷൻസിനെയും മോഡിഫൈ ചെയ്യാൻ സാധിക്കൂ. അതായത് മാതാപിതാക്കൾ മാറാൻ ശ്രമിക്കണം, മാറാൻ തയ്യാറാകണം. അപ്പോൾ കുഞ്ഞുങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകും. നമ്മുടെ ലൈഫ് കുട്ടികൾക്കൊരു മോഡലാകാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റിയുള്ള മാതാപിതാക്കൾക്കേ നല്ല ക്വാളിറ്റിയുള്ള മക്കളുണ്ടാവൂ. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്നത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതിനുള്ള കാരണങ്ങൾ മറ്റൊരു വീഡിയോയിൽ പിന്നീടൊരിക്കൽ പറയാം. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.